ഈസി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ ഒന്ന് നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് ഉപ്പും വിനീഗറും കൂടിയിട്ടുള്ള വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇനി അതൊന്നുകൂടി വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് സോൾട്ട്, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും പിന്നെ കുറച്ച് നമ്മൾ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഗാർലിക് ക്ലോവ്സും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ലെമൺ ജ്യൂസ് ഒഴിക്കാൻ മറന്ന്, അപ്പോൾ ഇപ്പോഴാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ ലെമൺ ജ്യൂസ് ഒഴിച്ചതിൻ്റെ ബാക്കിയും പിന്നെ കുറച്ച് പാഴ്സലി ലീവ്സും കൂടി നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഞാനിവിടെ ഓൾമോസ്റ്റ് 2 hours എടുത്തിട്ട് ചിക്കൻ സ്ലോ കുക്ക് ചെയ്യണമെന്ന് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വരും. 20 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കാം. ഞാൻ പാഴ്സലി ലീവ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ്, സോൾട്ട്, കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലീഫിൽ മാത്രം ഇങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നമ്മൾ സാലഡ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നും, കൂടുതൽ ടേസ്റ്റ് തോന്നും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോയും പിന്നെ കുറച്ച് നമ്മുടെ കുക്കുംബറും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാലഡ് റെഡിയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലും വേണ്ടേ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കസ്റ്റാർഡ് മിക്സും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ഒരുവിധം ഉച്ചയ്ക്ക് തന്നെ ചെയ്ത് വെക്കും കേട്ടോ, പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ രാത്രിയിൽ ഒരു ഹറിബറിയൊക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യണം. കുറച്ച് ഡേറ്റ്സ്, കിവി, ആപ്പിൾ, നമ്മളടുത്ത് എന്ത് ഫ്രൂട്ട്സ് അല്ല അതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ രാത്രി ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ എന്തായാലും ഉറങ്ങാൻ ലേറ്റ് ആവും. അങ്ങനത്തെ ടൈമിലാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ് ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതല്ലേ കുറച്ചൊരു ഹെൽത്തി ആൻഡ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ള നിലക്കാണ് ഇങ്ങനത്തെ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹമൂസ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ പിന്നെ കുറച്ച് ചിക്ക് പീസും കൂടി ആഡ് ചെയ്യാം. അത് ആ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ യൂഷ്വലി നമ്മൾ 7up അങ്ങനത്തെ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് പകരം കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സോഡ വെച്ചിട്ട് ഒന്ന് ലെമണേഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി പൊരിച്ചെടുത്ത് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കുബൂസ് വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മുടെ ചിക്കൻ ഒന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് വന്ന വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചിക്കൻ ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് പൊട്ടാറ്റോ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ, പാഴ്സലി ലീവ്സൊക്കെ ഒന്ന് വേണമെങ്കിൽ വെച്ച് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ നമുക്ക് ചിക്കൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊട്ടാറ്റോ വേണമെങ്കിൽ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ചിക്കൻ്റെ അത്ര സമയം വേണ്ട. പൊട്ടാറ്റോ ഒക്കെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 minutes ഉള്ളിൽ നമുക്ക് കുക്കായി കിട്ടും. ഇങ്ങനെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഇപ്പം നമ്മൾ വല്ല ഡയറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിൽ നമ്മൾ അധികം ഓയിലും ബാക്കിയുള്ള മസാലപ്പൊടികളും അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്യണമൊന്നുമില്ലല്ലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പോരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.